1650 പ്രതാപ്ഗഡിൽ വെച്ച് ശിവജിയും ബീജാപ്പൂർ സുൽത്താൻ്റെ ജനറലായിരുന്ന അഫ്സൽ ഖാനും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ ശിവജി ഉപയോഗിച്ചിരുന്ന വാഗ്നഖ് അഥവാ പുലി നഖം ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് വാർത്തയായിരിക്കുകയാണ്. വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിലെ രേഖകൾ പ്രകാരം ഈ വാഗ്നഖം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനായിരുന്ന ജെയിംസ് ഗ്രാൻഡ് ഡഫാണ് മ്യൂസിയത്തിൽ എത്തിച്ചത്. അദ്ദേഹം ഒരു മികച്ച ചരിത്രകാരനും മറാത്ത ചരിത്രം എഴുതിയ വ്യക്തിയുമായിരുന്നു. മറാത്തയിലെ പേഷ ബാജിറാവു രണ്ടാമൻ മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ പരാജയപ്പെട്ട ശേഷം 1818 ജൂൺ മാസത്തിൽ കാൺപൂരിനടുത്ത ബിത്തൂരിലേക്ക് നാടുവിട്ടപ്പോൾ ഈ വാഗ്നഖ് ജെയിംസ് ഗ്രാൻഡ് ഡഫിന് നൽകിയതാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഈ വാദഗതിക്ക് കൃത്യമായ തെളിവുകളില്ലെന്ന് മ്യൂസിയം അധികൃതർ തന്നെ പറയുന്നു. വാഗ്നഖ് അഥവാ പുലി നഖം പോലെയുള്ള മധ്യകാലത്ത് യുദ്ധങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കൈപ്പത്തിക്കകത്ത് ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കുന്ന ശക്തമായ ആയുധമായിരുന്നു. മറാത്തയിലെ ശിവജി മഹാരാജാവും ബീജാപ്പൂർ സുൽത്താൻ്റെ ജനറലായിരുന്ന അഫ്സൽ ഖാനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ശിവജി ഉപയോഗിച്ചിരുന്ന പുലിനഖമാണ് ഇന്ത്യയിലേക്ക് 3 വർഷക്കാലയളവിൽ തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്ന വാഗ്നഖ്. പ്രതാപ്ഗഡ് കുന്നുകളുടെ താഴ്വാരത്ത് തൻ്റെ വൻ സൈന്യവുമായി യുദ്ധത്തിനു മുമ്പ് തമ്പടിച്ചിരുന്ന അഫ്സൽ ഖാനുമായി സംസാരിക്കാൻ ശിവജി താൽപ്പര്യം പ്രകടിപ്പിച്ചു. അഫ്സൽ ഖാൻ തൻ്റെ അഭിഭാഷകനായിരുന്ന കൃഷ്ണാജി ഭാസ്കർ കുൽക്കർണി എന്ന ബ്രാഹ്മണനെ ശിവജിക്കടുത്തേക്ക് അയച്ചു. ശിവജിയും അഫ്സൽ ഖാനും തമ്മിൽ സഹായികളുടെ സാന്നിധ്യമില്ലാതെ നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തീരുമാനിക്കപ്പെട്ടു. കരാർ പ്രകാരം ആരും ആയുധം വഹിക്കാൻ പാടില്ലായിരുന്നു. ഇരു സൈന്യങ്ങളും നിശ്ചിത അകലം പാലിച്ച് നിൽക്കേണ്ടിയിരുന്നു. ഇരുവശത്തുമുള്ള 10 വീതം ആളുകൾക്ക് ഒരു അമ്പെയ്താൽ എത്തുന്ന ദൂരത്തിനപ്പുറം നിൽക്കാമായിരുന്നു. ശിവജിയുടെ ഭാഗത്ത് സാംബാജി കോൽത്താൽപൂർ, ജീവാമഹല, സിദ്ധി ഇബ്രാഹിം, കത്താജി ഇംഗ്ലെ എന്നിങ്ങനെ 10 പേരാണ് അണിനിരന്നത്. എന്നാൽ പരസ്പര വിശ്വാസമില്ലാതിരുന്ന അഫ്സൽ ഖാനും ശിവജിയും കരാറിന് വിരുദ്ധമായി ആയുധങ്ങൾ ഒളിപ്പിച്ചു. കൂടിക്കാഴ്ചയുടെ തലേ ദിവസം ശിവജിക്ക് ഉറങ്ങാൻ പോലും സാധിച്ചില്ല. അദ്ദേഹം മന്ത്രിസഭാ അംഗങ്ങളെ വിളിച്ചു ചേർത്ത് താൻ കൊല്ലപ്പെട്ടാൽ ഭരണകാര്യങ്ങളിൽ വരുത്തേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി. അഫ്സൽ ഖാൻ വലിയ കത്തിയാണ് തൻ്റെ ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ചതെങ്കിൽ ശിവജി പുലിനഖത്തിന് സമാനമായ ആയുധമാണ് ഒളിപ്പിച്ചു വെച്ചത്. ഇതിനെയാണ് വാഗ്നഖ് എന്ന് വിളിക്കുന്നത്. ശിവജി വയറിനു ചുറ്റും പടച്ചട്ടയും ധരിച്ചിരുന്നു. 7 അടി പൊക്കമുണ്ടായിരുന്ന ആജാനബാഹുവായ അഫ്സൽ ഖാൻ ശിവജിയേക്കാൾ ഉയരം കൂടിയ വ്യക്തിയായിരുന്നു. അഫ്സൽ ഖാനും ശിവജിയും കണ്ട മാത്രയിൽ പരസ്പരം ആലിംഗനം ചെയ്തു. അഫ്സൽ ഖാൻ ശിവജിയെ ആലിംഗനം ചെയ്തപ്പോൾ തൻ്റെ ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്തി കൊണ്ട് പുറകിലൂടെ കുത്തി. എന്നാൽ പടച്ചട്ട ധരിച്ചിരുന്ന ശിവജിക്ക് കുത്തേറ്റില്ല. ഇതിനിടെ ഉയരം കുറഞ്ഞ ശിവജി തൻ്റെ കൈയുടെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വാഗ്നഖ് ഉപയോഗിച്ച് അഫ്സൽ ഖാൻ്റെ വയറ് കുത്തിക്കീറി എന്നാണ് ചരിത്രം. തൻ്റെ യജമാനനെ ചതിയിലൂടെ കുത്തിയതിൽ കുപിതനായ അഫ്സൽ ഖാൻ്റെ അഭിഭാഷകൻ ബ്രാഹ്മണനായ കൃഷ്ണാജി ഭാസ്കർ കുൽക്കർണി ശിവജിയെ ആക്രമിച്ചു. ശിവജി കുൽക്കർണിയെയും വെട്ടിവീഴ്ത്തി. താൻ ചതിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചലറിയ അഫ്സൽ ഖാൻ്റെ വിളികെട്ട് സഹായികൾ ഓടിയെത്തുമ്പോഴേക്കും ശിവജി തൻ്റെ അനുകൂലികൾക്കിടയിലേക്ക് മറിഞ്ഞിരുന്നു. ശിവജിയുടെ തന്നെ ഉത്തരവ് പ്രകാരമാണ് സത്താറയിൽ അഫ്സൽ ഖാൻ്റെ ശവകുടീരം മറവ് ചെയ്തതും അതിനു മുകളിൽ ഗോപുരം നിർമ്മിച്ചതും. ഈ യുദ്ധത്തിൽ ശിവജി ഉപയോഗിച്ച വാഗ്നഖ് ആണ് മഹാരാഷ്ട്രയിൽ പ്രദർശനത്തിനായി കൊണ്ടുവരുന്നത്. ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ കടത്തിക്കൊണ്ടുപോയ ചരിത്ര ശേഷിപ്പുകളിൽ ഒന്നായ വാഗ്നഖ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് വെറും 3 വർഷത്തേക്ക് മാത്രമാണ്. അത് കഴിഞ്ഞ് തിരികെ കൊണ്ടുപോകും. അതിനിടയ്ക്ക് തികഞ്ഞ മതേതരവാദിയായിരുന്ന ശിവജിയെ സംഘിവൽക്കരിച്ച് സംഘപരിവാർ എന്തൊക്കെ പ്രചരണമാണ് നടത്തുക എന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.